നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് ഒന്നാം സീസണിൽ ഏറെ ചർച്ചയായ മത്സരാർത്ഥിയാണ് ആക്ടിവിറ്റീസ് ദിയ സന. പിന്നീട് വന്ന സീസണുകളെക്കുറിച്ചും മത്സരാർത്ഥികളെക്കുറിച്ചും എല്ലാം ദിയ സന അഭിപ്രായം പങ്കുവയ്ക്കാറുണ്ട്. ആറാം സീസണിൽ ദിയ സന പലപ്പോഴും പിന്തുണച്ച് സംസാരിച്ചത് ജാസ്മിൻ ജാഫറിനെയാണ്. ജാസ്മിൻ നേരിടുന്ന സൈബർ ആക്രമണങ്ങളാണ് ഇതിന് കാരണം. ഇപ്പോഴിതാ ജാസ്മിനെ കുറിച്ച് സംസാരിക്കുകയാണ് ദിയ. ആറാം സീസണിലെ പാറ്റേൺ തനിക്ക് ഇഷ്ടപ്പെട്ടില്ല, തമ്മിൽ ഭേദം എന്ന് തോന്നിയ മത്സരാർത്ഥി ജാസ്മിനാണ്. ജാസ്മിന്റെ പേഴ്സണൽ ക്യാരക്ടറുമായി ബന്ധപ്പെട്ട് താൻ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജാസ്മിന്റെ ഗെയിം എനിക്കിഷ്ടമാണ്. കേരള സമൂഹത്തിൽ ഇതുവരെ ഇല്ലാത്ത ബുള്ളിംഗ് ആണ് ഈ കുട്ടി അനുഭവിക്കുന്നത്. സ്വാഭാവികമായും ആളുകൾ ചോദിക്കുക, ആ കുട്ടി അവിടെ കാണിക്കുന്ന കാര്യങ്ങൾ കൊണ്ടല്ലേ എന്നാണ്. പക്ഷേ പഴിക്കപ്പുറം ഒരാളെ ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തിക്കുന്ന തരത്തിലാണ് ആളുകളുടെ പ്രതികരണമെന്നും ദിയ സന പറയുന്നു. ഞാൻ 15 കൊല്ലമായി സൈബർ ബുള്ളിങ്ങിനെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സ്ത്രീയാണ്. ഗതികെട്ട് ബുള്ളിങ്ങിനെതിരെ പ്രതികരിക്കേണ്ടി വന്ന കേസിൽ കൂടെ കടന്നു പോകുന്ന ഒരു സ്ത്രീ കൂടെയാണ്. ഒരാളെ വീട്ടിൽ കയറി കരിയോയിൽ ഒഴിച്ചത് തീർച്ചയായും എൻ്റെ പ്രതിഷേധം തന്നെയാണ്. സൈബർ ബുള്ളിങ്ങിനെതിരെ 564 കേസുകൾ കേരളത്തിൽ കൊടുത്ത ദിയ സന മാത്രമാണ്. തിരിച്ച് തെറി വിളിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് ഞാൻ പറയും. തനിക്ക് തന്നെ സംരക്ഷിക്കാനായിരുന്നു അതെന്നും ദിയ സന വ്യക്തമാക്കി. ആറാം സീസണിൽ ജാസ്മിൻ കപ്പടിക്കണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്നും ദിയ വ്യക്തമാക്കി. TRPയുടെ 3/4 ഭാഗവും കൊടുത്തു. ലൈഫ് സ്റ്റൈൽ തന്നെ പണിയെടുത്ത് അത്രയും കണ്ടന്റുകൾ ഉണ്ടാക്കിയത് ജാസ്മിനാണ്. അതിനാൽ ജാസ്മിൻ തന്നെ വിജയിക്കണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും ദിയ വ്യക്തമാക്കി. അതേസമയം ജിൻഡോയോ ജാസ്മിനോ മാതൃകാ വിന്നറാകും എന്നതിൽ എനിക്ക് പ്രതീക്ഷയില്ല. പക്ഷേ ജാസ്മിൻ കപ്പടിക്കണം എന്നാണ് ആഗ്രഹം. ജാസ്മിൻ അല്ലെങ്കിൽ വ്യക്തിപരമായി താല്പര്യമില്ലെങ്കിലും ജിൻഡോ വിജയാകണമെന്ന് ദിയ സന വ്യക്തമാക്കി. സ്വന്തം മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ തല്ലുപിടിക്കും, പക്ഷെ അതിന്റെ ആവശ്യമില്ല. എന്നാൽ ജാസ്മിന്റെ മാതാപിതാക്കൾക്ക് പ്രതികരിക്കേണ്ട സാഹചര്യമായിരുന്നെന്നും ദിയ സന പറയുന്നു. അഖിൽ മാരാർ അടുത്തിടെ ഉന്നയിച്ച ആരോപണങ്ങളെക്കുറിച്ചും ദിയ സന സംസാരിച്ചു. ഇതുവരെയുള്ള സീസണുകളിൽ കണ്ടതിൽ ഏറ്റവും കൂടുതൽ നന്ദി കാണിക്കേണ്ടത് അഖിൽ മാരാറാണെന്നാണ് ദിയ പറയുന്നത്. 2018 ഞങ്ങളുടെ സീസൺ. ഇതുവരെയും ഞങ്ങൾ ആ ലൂപ്പിൽ നിന്നും ഇറങ്ങിയിട്ടില്ല. സീസൺ 5 അടുത്തിടെ വന്നതാണ്. ജനശ്രദ്ധ അടുത്ത സീസണിലേക്ക് മാറുന്നു എന്ന് തോന്നുമ്പോൾ അവരുടെ ഉള്ളിലെ വികാരമായിരിക്കാം അഖിൽ മാരാർ കാണിക്കുന്നതെന്നും ദിയ സന അഭിപ്രായപ്പെട്ടു. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.